രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ ആപ്ലിക്കേഷന് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഇതാണ് നമുക്ക് ബോർഡിൽ ഒരു പ്ലെയിൻ ഷീറ്റ് കാണാം. ഈ പ്ലെയിൻ ഷീറ്റ് മൂലം ഇതാ ഇവിടെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പി എന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സിലിണ്ടറാണ്. ആ സിലിണ്ടർ, അതായത് ഗോസിയൻ സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് സിലിണ്ടർ. ആ സിലിണ്ടർ ഈ ഷീറ്റിലൂടെ കടന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗോസിയൻ സിലിണ്ടർ. ഇത് നമ്മുടെ പ്ലെയിൻ ആണെങ്കിൽ ഈ പ്ലെയിനിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കിവിടെ ഈ സിലിണ്ടറിന് 3 ഫേസുകളുണ്ട്. അപ്പർ ഫേസ്, ലോവർ ഫേസ്, അതുപോലെ കർവ്ഡ് ഫേസ്. അപ്പർ ഫേസിൽ നോർമൽ നേരെ മുകളിലേക്കാണ് പോവുക, അതായത് ഏരിയ വെക്ടർ DS മുകളിലേക്കും ഇവിടെ DS താഴേക്കും ആയിരിക്കും. ഇനി കർവ്ഡ് സർഫസിലാണെങ്കിൽ DS ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് വരച്ച് കാണിക്കാം. ഇതാ ഈ പി എന്നുള്ള പോയിന്റ് ആ സിലിണ്ടറിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ സിലിണ്ടർ വരയ്ക്കുകയാണ്. ഈ സിലിണ്ടർ ഇതിലൂടെ കടന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിലിണ്ടർ. ഈ സിലിണ്ടറിൽ നമ്മളിതാ ഇവിടെ പി എന്നുള്ള പോയിന്റ്, ഈ പി എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ R എന്ന് കൊടുക്കുക. അതായത് ഈ പ്ലെയിൻ ഷീറ്റിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് R എന്ന് കൊടുക്കുക. ഈ പി എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അപ്പർ ഫേസിൽ നമ്മൾ ഒരു ചെറിയ ഈ പി എന്നുള്ള പോയിന്റ് അടങ്ങിയ ഒരു ചെറിയ സർഫസ് കൺസിഡർ ചെയ്യണം. ആ ചെറിയ സർഫസിനെ നമ്മൾ അതിൽ നിന്ന് വരക്കുന്ന നോർമലിനെ DS എന്നാണ് കൊടുക്കുക, സ്മോൾ എലമെന്റൽ ഏരിയ DS. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പി എന്നുള്ള പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും പോസിറ്റീവാണ്, ഇവിടെയും പോസിറ്റീവാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനും മുകളിലേക്കായിരിക്കും. ഈ എന്നുള്ള ഇലക്ട്രിക് ഫീൽഡും മുകളിലേക്കായിരിക്കും. ഇനി അതുപോലെ തന്നെ ലോവർ ഫേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്മോൾ എലമെന്റൽ ഏരിയ DS കൺസിഡർ ചെയ്താൽ അവിടെ നിന്ന് വരയ്ക്കുന്ന ഏരിയ വെക്ടർ DS താഴോട്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡും എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ചാർജ് അല്ലെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും കൂടെ താഴോട്ടായിരിക്കും ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡും താഴോട്ടാണ്. ഇനി കർവ്ഡ് ഫേസിൽ നമ്മൾ വരക്കുന്ന DS എന്ന് പറയുന്ന ചെറിയ നോർമൽ ഇങ്ങോട്ടായിരിക്കും. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷന് മുകളിലേക്കായിരിക്കും. കാരണം പോസിറ്റീവ് ചാർജ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് മുകളിലേക്കാണ് റിപ്പൽ ചെയ്യുക. നോർമൽ വെക്ടർ, ഏരിയ വെക്ടർ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പർ ഫേസിലും ലോവർ ഫേസിലും ആംഗിൾ ഇയും DS തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം ഫ്ലക്സ് അറ്റ് അപ്പർ ഫേസ്, ഫ്ലക്സ് അറ്റ് അപ്പർ ഫേസ് ദാറ്റ് ഈസ് ഫൈ ഈക്വൽ ടു, നമ്മൾക്കറിയാം E ഡോട്ട് DS ആണ് അല്ലെ, E ഡോട്ട് DS ദാറ്റ് ഈസ് ഈക്വൽ ടു E DS കോസ് തീറ്റ. അവിടെ തീറ്റ എന്താണ്? 0 ആണ് അല്ലെ, കാരണം ഇയും DS-ഉം സെയിം ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ആംഗിൾ 0 ആണ്. E DS കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു E DS. ഇനി അതുപോലെ തന്നെ നമ്മൾ ഫ്ലക്സ് അറ്റ് ലോവർ ഫേസ്, ഫ്ലക്സ് അറ്റ് ലോവർ ഫേസ് ദാറ്റ് ഈസ് ഫൈ ഈക്വൽ ടു, ഇവിടെ എങ്ങനെ തന്നെയാണ്, ഫൈ ഈക്വൽ ടു ലോവർ ഫേസിൽ
ഇതാ ആംഗിൾ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇ ഡി എസ് കോസ് 0 1 ആയതുകൊണ്ട് ഫൈ ഈക്വൽ ടു ഇ ഡി എസ്. ഓക്കെ, ഇനി അടുത്തത് ഫ്ലക്സ് അറ്റ് കർവ്ഡ് ഫേസ്. ഫ്ലക്സ് അറ്റ് കർവ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഡി എസ് ഇങ്ങോട്ടാണ്, അതുപോലെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷന് ഇതാ മുകളിലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്ക്, കാരണം പോസിറ്റീവ് ചാർജ് ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ റിപ്പൾഷൻ ആയിരിക്കും, മുകളിലേക്കായിരിക്കും. ഡി എസ് എന്നാണ് നോർമൽ വെക്ടർ, ഏരിയ വെക്ടർ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫ്ലക്സ് അറ്റ് കർവ്ഡ് ഫേസ്, ഫ്ലക്സ് അറ്റ് കർവ്ഡ് ഫേസ് ഫൈ ഈക്വൽ ടു ഇ ഡി എസ് കോസ്, ഇവിടെ ആംഗിൾ 90 ആണ്, കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമുക്ക് കർവ്ഡ് ഫേസിലെ ഫ്ലക്സ് 0 ആയിരിക്കും. Therefore ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Therefore ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈക്വൽ ടു, നമുക്ക് എന്ത് എഴുതാം? ഇ ഡി എസ് പ്ലസ് ഇ ഡി എസ്, ഇത് 0 ആണ്. അപ്പോൾ ഇ ഡി എസ് പ്ലസ് ഇ ഡി എസ് ഓർ ഫൈ ഈക്വൽ ടു ഇ ഡി എസ് പ്ലസ് ഇ ഡി എസ് എന്ന് പറഞ്ഞാൽ 2 ഇ ഡി എസ്. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾക്കറിയാം ഫ്രം ഗോസ് ലോ ഫൈ ഈക്വൽ ടു നമുക്കറിയാം ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് നമ്മൾക്കറിയാം. നമുക്കറിയുന്നതാണ് ക്യൂ, ഇവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ ഈക്വൽ ടു നമ്മൾക്കറിയാം, വി ഹാവ് ക്യൂ ഈക്വൽ ടു, നമുക്കറിയാം സിഗ്മ ഈക്വൽ ടു എന്താണ്? സിഗ്മ ഈക്വൽ ടു ചാർജ് ബൈ സർഫസ് ഏരിയ അല്ലേ? സിഗ്മ ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ ഡി എസ്, ക്യൂ ബൈ ഡി എസ്. അങ്ങനെയാണ് ക്യൂ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഡി എസ്, ക്യൂ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഡി എസ്. ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾക്കിത് കിട്ടുന്നത്. Therefore ഫൈ ഈക്വൽ ടു, അപ്പോൾ ഫൈ ഈക്വൽ ടു എന്താവും? ക്യൂ എന്നതിന് പകരം സിഗ്മ ഡി എസ് എന്ന് കൊടുക്കുക, സിഗ്മ ഡി എസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടും, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2. ഇനി ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യാം. ഫ്രം 1 and 2, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഈക്വൽ ആണെന്ന് എഴുതാം. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതാ 2 ഇ ഡി എസ്, ഇവിടെ സിഗ്മ ഡി എസ് ബൈ എപ്സിലോൺ 0. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇ ഇൻറ്റു ഡി എസ് ഈക്വൽ ടു, ഇവിടെ എന്താണ്? സിഗ്മ ഡി എസ് ബൈ സിഗ്മ ഇൻറ്റു ഡി എസ് ബൈ എപ്സിലോൺ 0. ഇവിടെ ഈ ഡി എസും ഈ ഡി എസും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ അവിടെ കിട്ടാൻ പോകും. Therefore ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2നെ താഴോട്ട് കൊണ്ടുവരാം അല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? ഇ ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ 2 താഴോട്ട് വന്നാൽ 2 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. This is the electric field due to a plane sheet of charge. Gauss theorem ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതിൻ്റെ 3ാമത്തെ ആപ്ലിക്കേഷനാണ് നെക്സ്റ്റ് പഠിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ, ഒരു സ്ഫെറിക്കൽ ഷെല്ലുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഷെല്ലെന്ന് പറഞ്ഞാൽ ഒരു ഗോളം, അതിൻ്റെ ഉൾഭാഗം പൊള്ളയാണ്. അപ്പോൾ നമുക്ക് 3 കേസ് ഇവിടെ കണ്ടുപിടിക്കാനുണ്ട്. ആദ്യം ഔട്ട്സൈഡ് ദി ഷെൽ, പിന്നെ അതുപോലെ ഫീൽഡ് ഓൺ ദി സർഫസ് ഓഫ് ഷെൽ, മൂന്നാമത്തത് ഫീൽഡ് ഇൻസൈഡ് ദി ഷെൽ. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫീൽഡ് ഓൺ ദി ഔട്ട്സൈഡ് ഓഫ് ദി ഷെൽ. ഫീൽഡ് outside the shell.
ഷെല്ലിൻ്റെ ഔട്ട്സൈഡിലുള്ള ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളൊരു ഷെല്ല് കൺസിഡർ ചെയ്തു. ഈ ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആറാണ്. നമുക്ക് ഇതിൻ്റെ പുറമേ ഉള്ളൊരു പോയിന്റ് ഉണ്ട്, പി എന്നുള്ളൊരു പോയിന്റ്. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഗോസ്യൻ സ്ഫിയർ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു സ്ഫിയർ വരയ്ക്കണം. ഓക്കെ, ഈ ഗോസ്യൻ സർഫസിൻ്റെ അല്ലെങ്കിൽ ഗോസ്യൻ സ്ഫിയറിൻ്റെ റേഡിയസ് സ്മോൾ ആർ എന്നാണ് കൊടുക്കുന്നത്. ഈ ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ പി എന്നുള്ള പോയിന്റിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഒരു സ്മോൾ എലമെന്റൽ ഏരിയ ഡി എസ് കൺസിഡർ ചെയ്യാം. ഏരിയ വെക്ടറുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതുപോലെ ഈ ഷെല്ലിൽ കുറേ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് ഇതിൻ്റെ സർഫസിൽ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ഡി എസിന് പാരലൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. ഫ്ലക്സ് ത്രൂ ഡി എസ്, ഫ്ലക്സ് ത്രൂ ds, that is d phi. ds എന്നുള്ള ആ സ്മോൾ എലമെന്റൽ ഏരിയയിലൂടെയുള്ള ഫ്ലക്സിനെ നമ്മൾ d phi എന്ന് വിളിക്കും. സ്മോൾ ഏരിയ ആയതുകൊണ്ട് സ്മോൾ ഫ്ലക്സ് ആയിരിക്കും. d phi ഈക്വൽ ടു നമുക്കറിയാം ഈ ds cos തീറ്റ. അവിടെ തീറ്റ 0 ആണ്. അപ്പോൾ നമുക്ക് ഈ ds cos 0 എന്ന് പറഞ്ഞാൽ ഡി ഫൈ ഈക്വൽ ടു cos 0 1 ആയതുകൊണ്ട് ഇ ഇൻറ്റു ഡി എസ് എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഫ്ലക്സ് ത്രൂ ഡി എസ് ആണ്. therefore total flux phi ഈക്വൽ ടു ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ സ്ഫെറിക്കൽ സർഫസിൽ മൊത്തം ഉണ്ടാകുന്ന ഫ്ലക്സ് ആണ്. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യണം? ഈ ചെറിയ ഫ്ലക്സിനെ ഡി എസിലുള്ള ഈ ഫ്ലക്സിനെ നമുക്ക് സം ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇന്റഗ്രൽ ഇ ഡി എസ് എന്ന് കൊടുക്കാം. ഇവിടെ ഇ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. That is equal to, we can take e out of the integration, then e into integral ds. Integral ds എന്ന് പറഞ്ഞാൽ ഇതാ ഈ സ്ഫെറിക്കൽ സർഫസിന്റെ മൊത്തം ഏരിയ. നമുക്കറിയാം ഒരു സ്ഫിയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ്. ഇവിടെ റേഡിയസ് സ്മോൾ ആറാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഈക്വൽ ടു ഇ ഇൻറ്റു 4πr². 4πr² കൊടുക്കാൻ കാരണം സിൻസ് ds ഈക്വൽ ടു 4πr². ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലക്സിന്റെ ഇക്വേഷൻ ഇത് അവിടെ കിട്ടി. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ഫ്രം ഗോസ് ലോ ഫൈ ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുക. സാധാരണ ചെയ്യാറുള്ള പോലെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രം 1 and 2, ഇക്വേഷൻ നമ്പർ 1 ഉം 2 ൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഇ ഇൻറ്റു 4πr², ഇ ഇൻറ്റു 4πr² ഈക്വൽ ടു ഇതാ ഇവിടെ എന്താണ് q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. therefore E ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഈ 4πr² അപ്പുറം കൊണ്ടുവരാം അല്ലേ? അപ്പോൾ E ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ 4πr². ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഇവിടെ ബാക്കി എന്തുണ്ട്? ഇൻറ്റു എപ്സിലോൺ 0. ഇതാണ് ഫ്ലക്സ് ഔട്ട്സൈഡ് ദി ഷെൽ. ഒരു ഷെല്ലിൻ്റെ ഔട്ട്സൈഡിലുള്ള ഫ്ലക്സിൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഫീൽഡ് ഓൺ ദി സർഫസ്. സർഫസിലായിരിക്കുമ്പോൾ എങ്ങനെയാവും? അപ്പോൾ നമ്മുടെ ഫിഗർ ഇതാ ഷെല്ലിൻ്റെ ഫിഗർ
റേഡിയസ് r ആയിരുന്നു അല്ലേ? നമ്മൾ മുൻപ് ചെയ്തിരുന്ന എന്തായിരുന്നു? പി എന്നുള്ള പുറമേയുള്ള ഒരു പോയിന്റ് ആയിരുന്നു. ഇങ്ങോട്ടുള്ള റേഡിയസ് ആണ് നമ്മൾ r എന്ന് കൊടുത്തത്. അപ്പോൾ സർഫസിലാവുമ്പോൾ ഓൺ ദി സർഫസിലാവുമ്പോൾ എന്ത് വ്യത്യാസം വരിക? ഈ ആറിന് പകരം സർഫസിലുള്ള ഒരു പോയിന്റ്, അപ്പം നമ്മളിവിടെ ഡി എസ് എടുക്കുകയാണ്. ഇവിടെയാണ് ഡി എസ് എടുക്കുന്നത് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ആർ എന്നുള്ളതിന് പകരം ക്യാപിറ്റൽ ആർ ആയിരിക്കും. സ്മോൾ ആർ ഈക്വൽ ടു എന്തായിരിക്കും? ക്യാപിറ്റൽ ആർ. Therefore, E equal to നമ്മൾക്ക് നമ്മുടെ തൊട്ട് മുൻപത്തെ ഇക്വേഷൻ Q ഡിവൈഡഡ് ബൈ 4πr² ഇൻറ്റു എപ്സിലോൺ 0. അവിടെ സ്മോൾ ലെറ്റർ ആറിന് പകരം ക്യാപിറ്റൽ ആർ വരും. അതായത് Q ഡിവൈഡഡ് ബൈ 4π, ഇനി ക്യാപിറ്റൽ ആർ ആയിരിക്കും വരിക. സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ r² ഇൻറ്റു എപ്സിലോൺ 0. ഇവിടെ ഈ Q ബൈ 4πr² എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ഏരിയ അല്ലെ? ചാർജ് ബൈ ഏരിയ എന്ന ഡെൻസിറ്റി ആണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് സിഗ്മ എന്ന് കൊടുക്കുക അല്ലെ? സിഗ്മ. അപ്പോൾ ഈ ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? സിഗ്മ. ഈ ബാക്കി താഴെ എന്തുണ്ട്? ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇതാണ് ഓൺ ദി സർഫസ് ഓഫ് ഷെൽ. ഇനി അടുത്ത് പഠിക്കും ഇൻസൈഡ് ദി ഷെൽ. ഷെല്ലിന് ഇൻസൈഡിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദി ഷെൽ. അപ്പോൾ നമ്മുടെ ഷെല്ല് എപ്പോഴും ചാർജുകൾ സർഫസിലായിരിക്കും ഉണ്ടാവുക. സർഫസിലായിരിക്കും, ഒരിക്കലും ഉള്ളിൽ ചാർജ് വരില്ല. ഉള്ളിലെ ചാർജ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡും 0 ആയിരിക്കും. സോ ഇൻസൈഡ് ദി ഷെൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 ബിക്കോസ് ദി ഗോഷ്യൻ സർഫസ് ഡസ് നോട്ട് എൻക്ലോസ് എനി ചാർജ്. അതായത് ഇവിടെ നമ്മളൊരു ഗോഷ്യൻ സർഫസ് വരച്ചു കഴിഞ്ഞാൽ ആ ഗോഷ്യൻ സർഫസിൽ അത് എന്തിനെ എൻക്ലോസ് ചെയ്യുന്നില്ല? അതിൻ്റെ ഉൾഭാഗത്ത് ചാർജിനെ എൻക്ലോസ് ചെയ്യുന്നില്ല, ചാർജ് ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും.